വ്യത്യസ്തമായ സൈസിൽ സ്റ്റീൽ വിൻഡോസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്റ്റീൽ വിൻഡോസ് വെച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. ഇവിടെ ഫ്രണ്ടിൽ ബെഡ്റൂമിൻ്റെ വിൻഡോ ആണ്. ഇതിൽ ഒരു 3 ഷട്ടർ വിൻഡോ ആണ്. ഇതിൽ സെൻറ്ററത്തെ സ്പേസ് കുറച്ച് വീതി കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി രണ്ടും ഒരേ സൈസിലോ. അതുപോലെ മെയിൻ ഡോറ് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഡോർസ് വുഡാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗം 9 ഇഞ്ച് വീതിയിലാണ്, അതായത് വാളിൻ്റെ കനം, ചുമരിൻ്റെ കനത്തിലുള്ള സൈസിലുള്ള ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഒരു സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ, സിംഗിൾ ഷട്ടർ വിൻഡോ. അതിൽ തന്നെ ഷട്ടർ 2 ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ചെറിയൊരു കള്ളിയായിട്ടും കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു വലിയ കള്ളിയായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡോർസ് 120 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഡോർസ് വരുന്നത്. ഹൈറ്റ് വന്നിട്ട് 210, 7 അടിയാണ് ഹൈറ്റ് വരുന്നത്. ഇത് ഡബിൾ ഡോറാണ്, വുഡിൻ്റെ ഡോറാണ്. മർബോ എന്ന് പറയുന്ന വുഡിലാണ് ഈ വുഡ് ജനലും ഡോർസിൻ്റെ ഷട്ടർ എല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് ലിവിങ് റൂമിൻ്റെ സൈഡിലായിട്ടുള്ള വിൻഡോ 4 കള്ളി 4 ഷട്ടർ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സെൻറ്ററിൽ അത് 2 ഷട്ടർ വീതി കൂടിയ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 സൈഡിലത്തെ വീതി കുറവാണ്, ഈ സൈഡും വീതി കുറവായിട്ടും ഈ 2 സെൻറ്ററിൽ വരുന്ന 2 ഷട്ടർ വീതി കൂടുതലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എല്ലാം പാർട്ടീഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫ്രെയിമിൽ വിൻഡോസിൽ ഷട്ടറിൽ മാത്രമല്ല വിൻഡോസിലും പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലൊരു 3 ഷട്ടർ വിൻഡോ ആണ്. ഇതും ആ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സെൻറ്ററിൽ ഒരെണ്ണം വീതി കൂടുതലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലൊക്കെ പാർട്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂംസിൻ്റെ ഡോറിലോട്ട് വരികയാണെങ്കിൽ സാധാരണ നമ്മൾ ബെഡ്റൂംസിന് ഡോർ ഫ്രെയിം വെക്കുന്നത് 4ക്ക് 2.5 എന്നുള്ള സൈസാണ്. 4 ഇഞ്ച് 2.5 ഇഞ്ച് സൈസിലാണ് കൂടുതലും വെക്കാറുള്ളത് ആളുകൾ, അല്ലെങ്കിൽ 4ക്ക് 3 ഇങ്ങനെയുള്ള സൈസാണ് വെക്കാറുള്ളത്. ഇവിടെ 6 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. 6 ഇഞ്ചിക്ക് 2.5 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. അതുകൊണ്ട് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇനി മാത്രമല്ല ഈ ചുമരിൻ്റെ വീതിക്കും ആളുകൾ ബെഡ്റൂം ഡോർ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും കൂടെ ആ ഒരു സ്പേസും കൂടെ കവർ ചെയ്ത് കിട്ടുമ്പോൾ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. കാരണം നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഈ ഒരു സൈഡൊക്കെ കവർ ചെയ്യണമെങ്കിൽ പിന്നീട് അത് ഒരു പ്ലൈവുഡിലൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഫുൾ വീതിക്ക് കട്ടില കൊടുക്കുകയാണെങ്കിൽ. ഇതിൽ ഈ ഡോർസിലും വിൻഡോസിലൊക്കെ ആണെങ്കിൽ നമ്മൾ വുഡൻ ഷട്ടറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഈ വുഡൻ ഷട്ടർ കൊടുക്കാത്ത കേസിലാണെങ്കിൽ നമ്മൾ അതിൽ ഇഞ്ചസ് മാത്രം അതിലുണ്ടാവും. ഇഞ്ചസ് മാത്രം അതിൽ വെച്ചിട്ട് പിന്നീട് അതിൽ വുഡൻ ഷട്ടർ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ബാത്റൂമിൽ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്, ഒറ്റക്കള്ളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള ഏരിയയിൽ ഒക്കെ വിൻഡോസ് കാണാം. ഇവിടെ സ്റ്റെയർ കേസ് ഗ്ലാസ് ആൻഡ് റെയിൽസിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റെയറിൽ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റെയർ കേസിൻ്റെ താഴെ ലാൻഡിങ്ങിൻ്റെ താഴെയായിട്ട് ഒരു 2 ഷട്ടർ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതും ഹൈറ്റ് വന്നിട്ട് 165 ഒക്കെ ഉണ്ട് ഹൈറ്റ്. ഇവിടെ ലാൻഡിങ്ങിലും സെയിം ഡിസൈനിലും ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതും 2 ഷട്ടറാണ്. മാത്രമല്ല പാർട്ടീഷൻ മുകളിൽ ചെറിയ ഒരു ഷട്ടറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അതിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു വിൻഡോ ആണ്. ഇതും 2 ഷട്ടർ വിൻഡോ ആണ്. ഇതെല്ലാം ഈ വിൻഡോസിൻ്റെ സൈസ് എല്ലാം വന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 6 ഇഞ്ച് 2.5 ഇഞ്ച് സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡോർസിൻ്റെ ഫ്രെയിം ആണെങ്കിലും വിൻഡോസ് ഇവിടെയുള്ള ബാക്കി എല്ലാ വിൻഡോസും 6 ഇഞ്ചിൽ 2.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കിത് 5 ഇഞ്ചിൽ 2.5 ഇഞ്ച്, 4 ഇഞ്ചിക്ക് 2.5 ഇഞ്ച് ഇങ്ങനെയുള്ള സൈസിലൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്റ്റീൽ വിൻഡോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ കിച്ചണിൽ വളരെ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു റാക്ക്. ഇത് ഫുൾ ഗ്ലാസ്സിലാണ് കേട്ടോ ഇവർ കൊടുത്തിട്ടുള്ളത്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. 2 സൈഡിൽ നിന്നും നമുക്കിത് വിസിബിൾ ആണെന്നുള്ളതാണ്. ഇതിൽ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പൗഡർ പോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 2 സൈഡിൽ നിന്ന് നമുക്ക് വിസിബിൾ ആണെന്നുള്ളത്. കിച്ചണൊക്കെ ചെയ്യുമ്പോൾ വളരെ കോസ്റ്റ് കുറച്ച് ഇതുപോലെ ഭംഗിയാക്കി അലുമിനിയം ഫാബ്രിക്കേഷനിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് വളരെ കുറച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ 2 ഷട്ടർ വിൻഡോയും ഈ ഭാഗത്തൊരു 3 ഷട്ടർ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വിൻഡോസ് ഈ കിച്ചണിൽ കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളും അകത്തോട്ട് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ ഒരു സിംഗിൾ ഷട്ടർ വിൻഡോ പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഔട്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഷട്ടറും കൂടെ സ്റ്റീലിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റും. പിന്നീട് മരത്തിൽ ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. മരത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചസ് മാത്രം അതിൽ നമ്മൾ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഡോർസ് നമ്മൾ നേരത്തെ കാണിച്ചു.
ബെഡ്റൂംസിൻ്റെ ഡോർസിനാണെങ്കിൽ നമ്മൾ താഴെ കുറുമ്പടി എന്ന് പറയുന്ന അടിപ്പടി എന്ന് പറയുന്ന ബോട്ടം സില്ല് ഉണ്ടാവില്ല, ഇതുപോലെ വരും. ഔട്ട്സൈഡ് ഡോർസിനൊക്കെ നമുക്ക് നിർബന്ധമായിട്ടും ആ ഒരു ബോട്ടം ഫ്രെയിമും കൂടെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മുകളിൽ ഉള്ള വിൻഡോസും കൂടെ കാണാം. മുകളിൽ 1-2 വ്യത്യസ്തമായ അളവിലുള്ള വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധാരണ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തൊക്കെ വിൻഡോസിന് പകരമായിട്ട് ആളുകൾ ഗ്ലാസ് പെറഗോളകളൊക്കെ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റിയാണ് പിന്നീട് ഒരു പ്രോബ്ലം ആയിട്ട് ഉണ്ടാവാറുള്ളത്. ഈ വീട്ടിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ, ഒരു 2 ഷട്ടർ വിൻഡോ ആണ്, അതായത് 2 ഷട്ടർ വിൻഡോ ആണ് വീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മുകളിലൊരു ഗ്ലാസ് പെർഗോള കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വീതിയിൽ ഹൈറ്റിൽ, നല്ല ഹൈറ്റിൽ സ്റ്റീൽ വിൻഡോസിൽ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നന്നായിട്ട് സേഫ്റ്റി സ്റ്റീൽ വിൻഡോസ് ആയതുകൊണ്ട് കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല ഇത്രയും ഹൈറ്റിൽ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ലൈറ്റ്, ഈ വീട്ടിൽ വേണ്ട ലൈറ്റുകളെല്ലാം ആ ഭാഗത്തു നിന്നാണ് കൂടുതലും കിട്ടുന്നതെന്നുള്ളതാണ്. സാധാരണ കേസിൽ നമ്മളിത് കണ്ടിട്ടുള്ളത് വെർട്ടിക്കൽ പരഗോള വാളിൽ കൊടുക്കുന്ന രീതിയിലാണ്. അതിലാണ് ഒരു സേഫ്റ്റി പ്രോബ്ലംസ് ഉള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിങ് റൂമാണ് കേട്ടോ ഇത്. ഇവിടെ ഡോർ ഫ്രെയിം നമ്മൾ നേരത്തെ കാണിച്ചതാണ്, ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. ഇത് 6 ഇഞ്ച് സൈസിൽ കൊടുത്തതാണ്. ഇവിടെ ഒരു 2 ഷട്ടർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ക്യാബിൻസ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷൻസിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീമിയം ലുക്കും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അലുമിനിയം വർക്കിലൊക്കെ. പിന്നെ ഈ ഒരു ഭാഗത്തൊരു ബെഡ്റൂം ഉണ്ട്. ഈ ഭാഗത്ത് ബെഡ്റൂം താഴെ നമ്മൾ കാണിച്ച അതേ ഡിസൈൻ തന്നെയാണ്. 180 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഈ വിൻഡോ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലുള്ള ബെഡ്റൂം ആണെങ്കിലും സെയിം ഡിസൈനും സെയിം സൈസും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ മുമ്പൊക്കെ നമ്മളെ വീടിൻ്റെ വിൻഡോസ് എന്ന് പറയുന്നത് ആളുകൾ ഒരു 135 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 140 സെൻറ്റിമീറ്റർ ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡ് അളവായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ആളുകൾ ചെയ്യുന്നത്. ഇത്രയും വലിയ സൈസിലുള്ള വിൻഡോസുകളാണ് കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു